വണ്ടിപ്പെരിയാർ കൊലപാതകം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ്. വീഴ്ച സംഭവിച്ചുവെങ്കിൽ അത് അന്വേഷിക്കണം, നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും പിതാവ് പ്രതികരിച്ചു. കേസ് അന്വേഷണത്തിലെ പിഴവ് ചൂണ്ടിക്കാണിച്ച് ടി.ഡി. സുനിൽകുമാറിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ഇവിടെ എന്ത് നീതിയാണ് നടപ്പാക്കിയത്? ഫ്രം ദ ഡേ വൺ ഈ സംഭവം നടന്ന അന്നു മുതൽ ഈ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ പരമ്പരയാണ്. തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ഇത് ചെയ്യുകയായിരുന്നു സർ. വണ്ടിപ്പെരിയാർ കേസ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചതിന് പിന്നാലെ കേസ് അന്വേഷിച്ച ടി.ഡി. സുനിൽകുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നതായും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അത്തരമൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്ന് കുടുംബം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. തങ്ങൾ നിർദ്ദേശിക്കുന്ന പ്രോസിക്യൂട്ടറെ നിയോഗിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതായും പെൺകുട്ടിയുടെ പിതാവ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ നമുക്ക് വിശ്വാസമാണ്. അപ്പോൾ ഈ കേസ് എന്തായാലും നമുക്കൊരു നല്ലൊരു വിധി ഉണ്ടാക്കാനായിട്ട് ഹൈക്കോടതിയിൽ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ വരെ നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ഇതിനകത്ത് വീഴ്ചകളെക്കുറിച്ച് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്. ടി.ഡി. സുനിൽകുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചു. 2 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. എറണാകുളം റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ടിനാണ് ചുമതല. സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ കുറ്റവിമുക്തനാക്കിയ അർജുന് നോട്ടീസ് നൽകിയിരുന്നു. കേസ് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. 24 ഇടുക്കി.